ഹലോ ക്രിമിൻസ്. അപ്പോൾ സഞ്ജു CSKക്ക് വേണ്ടി ആദ്യമായി ഇറങ്ങിയ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് സഞ്ജുവിൻ്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിനോട് 8 നിലയിൽ തോറ്റിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത CSK വെറും 19.4 ഓവറിൽ 177 എന്ന റൺസിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ രാജസ്ഥാൻ വെറും 12.1 ഓവറിൽ ലക്ഷ്യം കണ്ടെത്തുകയായിരുന്നു. രാജസ്ഥാന് വേണ്ടി 4 ഓവറിൽ വെറും 26 റൺസ് മാത്രം വിട്ടുവഴങ്ങി സഞ്ജു സാംസൺ അതുപോലെ തന്നെ ആയുഷ് മാത്രേ എന്നിവരുടെ വിക്കറ്റുകളെടുത്ത നാന്ദ്രെ ബർഗറാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ചെന്നൈയുടെ മുൻ താരമായിരുന്ന രവീന്ദ്ര ജഡേജയുടെ ഒരു ബോളിംഗ് പ്രകടനവും രാജസ്ഥാൻ റോയൽസിന് തുണയാവുകയായിരുന്നു. ചെന്നൈയുടെ തന്നെ സർഫ്രാസ് ഖാനെയും അതുപോലെ തന്നെ ശിവൻ ദൂബെയും പുറത്താക്കിയാണ് രാജസ്ഥാന് വേണ്ടി ജഡേജ ഇന്നലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾക്ക് വരാം. നിങ്ങൾ ചാനൽ തുടർന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ചെന്നൈനെ ബാറ്റിങ്ങിനൊക്കെയായിരുന്നു. ചെന്നൈയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് മറ്റൊരുമല്ല നമ്മുടെ സ്വന്തം മലയാളികളുടെ സഞ്ജു സാംസണും അതുപോലെ തന്നെ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദുമായിരുന്നു. എന്നാൽ രണ്ടാം ഓവറിന് നാന്ദ്രെ ബർഗർ അവസാന ബോളിൽ ഒരു സഞ്ജു ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിക്കുന്നവരെ ബൗൾഡാവുകയായിരുന്നു. പിന്നാലെ മൂന്നാം ഓവറിൽ ജോഫ്ര ആർച്ചർ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെയും ബൗൾഡാക്കിയായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ട് തീർന്നില്ല. ഇന്നത്തെ ഓവറിൽ നാന്ദ്രെ ബർഗർ ആദ്യ ബോളിൽ തന്നെ ഇന്ത്യൻ അണ്ടർ-19 ക്യാപ്റ്റനായ ആയുഷ് മാത്രയും പവർ പ്ലേയിലെ അവസാന ഓവറിൽ സന്ദീപ് ശർമ്മ മാത്യു ഷോട്ടിനെയും പുറത്താക്കിയതോടെ ചെന്നൈയുടെ കളി ഏകദേശം തീരുമാനമായി എന്ന് പറഞ്ഞു. അങ്ങനെ പേര് കേട്ട ചെന്നൈയുടെ ബാറ്റിംഗ് നില പവർ പ്ലേയിൽ തന്നെ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറും 41 റൺസ് മാത്രമേ പവർ പ്ലേയിൽ CSK ബാറ്റിങ്ങിന് നേടാൻ സാധിച്ചുള്ളൂ. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ സർഫ്രാസ് ഖാൻ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് തോന്നിച്ചെങ്കിലും 8ാം ഓവർ കഴിയുമെന്ന ചെന്നൈയുടെ മുൻ താരമായ ജഡേജ സർഫ്രാസ് ഖാനെ പുറത്താക്കി രാജസ്ഥാന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു. പിന്നാലെ ഇറങ്ങിയ ശിവൻ ദൂബെ നേരിട്ട് ആദ്യ പന്ത് വന്ന ജഡേജനെ 6 റൺ തൂക്കിയെങ്കിലും അവസാന ബോളിൽ ശിവൻ ദൂബെയും പുറത്താക്കി ജഡേജ അതിന് പകരം വീട്ടുക തന്നെയായിരുന്നു. ജഡേജയ്ക്ക് അറിയാം ശിവൻ ദൂബെ എങ്ങനെ തൂക്കണമെന്ന്. കാരണം ഇരുവരും ഒരുമിച്ച് CSK ക്യാമ്പിലുണ്ടായിരുന്ന ടീം അംഗങ്ങളാണ്. അപ്പോൾ ജഡേജയ്ക്ക് അറിയാം എങ്ങനെ ശിവൻ ദൂബെക്കെതിരെ പന്തെറിഞ്ഞാൽ എങ്ങനെ വിക്കറ്റ് എടുക്കാമെന്നൊക്കെ ജഡേജയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടായിരുന്നു ചെന്നൈ 14 കോടിക്ക് വിളിച്ചെടുത്ത കാർത്തിക് ശർമ്മയുടെ കൂടെ. കാർത്തിക് ശർമ്മ വെറും 18 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. രാജസ്ഥാൻ്റെ യങ് ഡിബറ്റ് പ്ലെയറായ ബ്രിജേഷ് ശർമ്മ കാർത്തിക് ശർമ്മയെ പുറത്താക്കുകയായിരുന്നു. പിന്നാലെ നൂർ അഹമ്മദിനെ ജോഫ്ര ആർച്ചറും അതുപോലെ തന്നെ മാറ്റ് ഹെൻറിയെ രവി കൃഷ്ണയും മടക്കി വെച്ചത് ചെന്നൈ 94-9 എന്ന നിലയിൽ തകർന്നടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 127 എന്നൊരു സ്കോർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്കോറേ അല്ലെന്നറിയാം. കാരണം 200-ന് മുകളിൽ സ്കോർ അടിച്ച പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴത്തെ IPL മത്സരങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ചെന്നൈയുടെ 127 എന്ന സ്കോർ ചേസ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് വൈഭവ് സൂര്യവംശിയും SS ജയ്സ്വാളും കൂടിയാണ്. മാറ്റ് ഹെൻറി എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വൈഭവ് സൂര്യവംശി തങ്ങളുടെ നയം വ്യക്തമാക്കുകയായിരുന്നു. 18 റൺസാണ് ആ ഓവറിൽ തന്നെ വൈഭവ് സൂര്യവംശി നേടിയത്. ആ ഓവറിൽ തന്നെ വൈഭവ് സൂര്യവംശിയെ പുറത്താക്കാനുള്ള ഒരു അവസരം CSK പാഴാക്കിയായിരുന്നു. കാർത്തിക് ശർമ്മയാണ് ആ ഒരു ക്യാച്ച് വിട്ടുകളഞ്ഞത്. അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ട് ക്യാച്ച് തന്നെയായിരുന്നു. പക്ഷേ സൂര്യവംശിയെ ആ ഓവറിൽ പുറത്താക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെന്നൈക്ക് മത്സരം പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പവർ പ്ലേ തന്നെ ഇരുവരും കൂടി 74 റൺസാണ് കൂടിച്ചേർത്തത്. ആദ്യ വിക്കറ്റിൽ ഇരുവരും കൂടി പാർട്ട്ണർഷിപ്പ് വന്നത് 75 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ്. അതിൽ വൈഭവ് സൂര്യവംശിയുടെ 15 ബോളിൽ ഫാസ്റ്റസ്റ്റ് 50 നമ്മൾ കണ്ടു. ആ ഒരു ഫസ്റ്റ് തന്നെയുള്ളൊരു ഇമ്പാക്റ്റോടുകൂടി മത്സരം CSKയിൽ നിന്ന് രാജസ്ഥാൻ തട്ടിയെടുക്കുകയായിരുന്നു. വൈഭവ് സൂര്യവംശിയെ പവർ പ്ലേക്ക് ശേഷം അൻഷിൽ കംബോജ് പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് വന്ന ധ്രുവ് ക്യാപ്റ്റൻ റിയാൻ പരാഗും കൂടി ചേർന്ന് SS ജയ്സ്വാളിനൊപ്പം നിന്ന് മത്സരം രാജസ്ഥാന് വേണ്ടി വിജയിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ രാജസ്ഥാൻ റോയൽസ് സീസണിലെ ആദ്യ ജയം, അതും ചെന്നൈ പോലുള്ള ഓപ്പൺ ടീമിൻ്റെ അടുത്തും. ചെന്നൈക്ക് ഇനിയും ഒരു ജയത്തിന് അടുത്ത മത്സരം കാത്തിരിക്കേണ്ടി വരും. പഞ്ചാബുമായിട്ടാണ് അടുത്ത് ചെന്നൈയുടെ മത്സരം വരുന്നത്. ഹോം മാച്ചാണ് ചെപ്പോക്കിൽ. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ ജയിച്ച് ചെന്നൈ ആരാധകരെ സന്തോഷിപ്പിക്കാൻ ചെന്നൈ കഴിയട്ടെ. അതുപോലെ തന്നെ സഞ്ജു സാംസൺ ചെന്നൈ വന്നതോടുകൂടി കുറേ പേര് മലയാളികളടക്കമുള്ളൊരു ചെന്നൈ ഫാൻസ് ആയിട്ടുണ്ട്. അവർക്കും ഒരു സന്തോഷിക്കാനുള്ള നിമിഷം പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ ചെന്നൈക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങൾ വീണ്ടും കാണാം.
അതുവരെയും